മുരീം ലോഗിൻ മാൻവ മലയാളം എക്സ്പ്ലനേഷൻ 8ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ജിൻ ഫാമിലിയിൽ ഞാൻ എത്ര നേരം ഉറങ്ങി? ജിൻ ചോദിച്ചു. താങ്കളുടെ ബോധം പോയിട്ടിപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. നീ ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നത് കൊണ്ട് ഹെഡ് ഫിസിഷ്യൻ പറഞ്ഞത് നീ ഉടനെ മരിക്കുമെന്നാണ്. അത് കേട്ടപ്പോൾ എൻ്റെ പ്രഭുവിന് അടക്കാനാവാത്ത ദേഷ്യം വന്നു. ഞാൻ അദ്ദേഹത്തെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ വൈദ്യന്റെ തലമണ്ടയടിച്ച് പൊളിച്ച് കൊന്നേനെ, വീപ്പങ്ങ് പറഞ്ഞു. അതല്ലാതെ വേറെ ഒന്നും നടന്നില്ലല്ലോ അല്ലേ? അല്ല, ധാരാളം കാര്യങ്ങൾ സംഭവിച്ചു. യഥാർത്ഥത്തിൽ നല്ല വാർത്തയും വളരെ നല്ല വാർത്തയുമുണ്ട്. ആദ്യം ഏത് കേൾക്കാനാണ് നിനക്ക് താല്പര്യം എന്ന് വീപ്പങ്ങ്. എന്നാൽ നല്ല വാർത്ത ആദ്യം പറഞ്ഞോളാനെന്ന് ജിന്ന്. ഷൗജോ പ്രദേശത്തു നിന്നുള്ള എല്ലാ സർവൈവേഴ്സും സുരക്ഷിതമായി തിരികെ പോയി. നിന്റെ ഗ്രൂപ്പിലെ 2 പേർക്കേ പരിക്ക് പറ്റിയിരുന്നുള്ളൂ. എന്നാലും അവരുടെ നില ഗുരുതരമായിരുന്നില്ല. പിന്നെ അവന്റെ ബോഡി നിങ്ങൾക്ക് കിട്ടിയോ? ജിൻ മ്ലാനമായി ചോദിച്ചു. തീർച്ചയായും. ഉചിതമായ ശവമടക്കലും അവനായി നൽകി. അവനൊരു അനാഥനായിരുന്നു. അതുകൊണ്ട് സ്വത്തുക്കൾ കൈമാറാൻ കുടുംബമുണ്ടായിരുന്നില്ല, വീപ്പങ് പറഞ്ഞു. എന്നാലും ജിൻ മ്ലാനമായി ഇരിക്കുന്നത് കണ്ട് വീപ്പങ് അവനെ വിളിച്ചു. തേർഡ് യങ് മാസ്റ്റർ മറ്റൊരാളുടെ സംരക്ഷണം തേടുന്നവനല്ല ഒരു യോദ്ധാവ്. മറിച്ച് ഒരു മാർഷൽ വാരിയർ തന്റെ അസ്തിത്വം തെളിയിക്കാൻ ശത്രുക്കളോട് പോരാടണം. എതിരാളി തങ്ങളെക്കാൾ ശക്തനായതിനാൽ സ്വന്തം ജീവൻ പോലും നഷ്ടമായാലും. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവർ അവരെ ഹൃദയത്തിൽ ഓർമ്മിച്ചിരിക്കേണ്ടത്. അവരെ നമ്മൾ അവരുടെ സ്വപ്നങ്ങളിലെ പ്രദേശത്തേക്ക് നയിക്കണം. കാരണം അവരുടെ മരണം വൃഥാവിലാകാതിരിക്കാൻ. പോരാട്ടത്തിൽ പൊരിഞ്ഞ തന്റെ സുഹൃത്തുക്കളെ ജിൻ വീപ്പെങ്ങിന്റെ വാക്കുകളിലൂടെ ഓർത്തു. അവന് തൽക്കാലത്തേക്ക് ആശ്വാസം ലഭിച്ചു. അവരുടെ സ്വപ്നങ്ങളിലെ പ്രദേശത്തേക്കല്ലേ? അവന്റെ സ്വപ്നം എന്തായിരുന്നു ആവോ? അവന് സ്വർഗത്തിന്റെ കീഴിലെ ഏറ്റവും മികച്ച പോരാളിയാകണമെന്നായിരുന്നു എന്ന് വീപ്പങ്. അവൻ കുറെ കഷ്ടപ്പെടേണ്ടി വന്നേനെ. അതെ, കോമഡി അല്ലേ? നീ നോർമലായെന്ന് തോന്നുന്നല്ലോ. താങ്ക് യു, ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഇനി വളരെ നല്ല വാർത്തയെക്കുറിച്ച് പറയാം, വീപ്പങ് തുടർന്നു. 2 ദിവസം മുൻപ് വളരെ വലിയൊരു യുദ്ധം നടന്നു. മെയിൻ ഫാമിലിയിൽ നിന്നുള്ള 100 എലൈറ്റ് വാരിയേഴ്സ് മൗണ്ട് ഹെങ് സോർട്ട് സെക്റ്റിന്റെ ഏകദേശം 200ഓളം മുന്നണി പോരാളികളെ ഹെങ്ഷുയിൽ വെച്ച് നേരിട്ടു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് വൻ വിജയം ലഭിച്ചു. ശത്രുക്കളിലെ വെറും 30 പോരാളികൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. നമ്മളുടെ ഭാഗത്ത് മുറിവ് പറ്റിയതും അത്രയും ആൾക്കാർക്കാണ്. പക്ഷേ മൗണ്ട് ഹെങ് സോർട്ട് സെക്റ്റിന്റെ ലെസർ ഫാമിലി ഹെഡ് ലീസിയോ ഗുവാങ്ങിനെ നമ്മൾക്ക് പിടിക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും അയാളുടെ കീഴിലുണ്ടായിരുന്ന പീക്കറൽമ് കരസ്ഥമാക്കിയ 2 മാർഷൽ മാസ്റ്റേഴ്സിനെ നമ്മൾക്ക് തോൽപ്പിക്കാനായി. മൗണ്ട് ഹെങ്ങിലെ ട്വിൻ ഡീമൻസ് എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഹെഡ് എൽഡർ ആണോ അവരെ തോൽപ്പിച്ചതെന്ന് ജിൻ ചോദിച്ചു. അല്ല, ഞാനും എന്റെ പ്രഭുവും ഓരോരുത്തരെ നേരിട്ടു. സത്യം പറഞ്ഞാല് അവരത്ര കുഴപ്പമില്ലായിരുന്നു. നിർഭാഗ്യവശാൽ ജീവൻ പണയം വെച്ചുള്ള യുദ്ധമായിരുന്നതിനാൽ 2 പേരെയും വധിക്കാതെ നിവൃത്തിയില്ലായിരുന്നു, ദീപങ് കാഷ്വലായിട്ട് പറഞ്ഞു. ജോപ്പലിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തോ ഭാഗ്യത്തിനെ രക്ഷപ്പെട്ടത്. അപ്പൊ ഇങ്ങേര് പറയുക ജോപ്പലിന്റെ അത്ര എന്തെങ്കിലും ശക്തിയുള്ള മറ്റവന്മാര് കുഴപ്പമില്ലായിരുന്നു. ഇങ്ങേര് ശരിക്കും ആരുവാ? വീപ്പങ് തുടർന്നു. എന്തായാലും ഞാൻ ഇംപ്രസ്ഡ് ആയിരിക്കുന്നു. 1 വേർഡ് 1 സ്ട്രൈക്ക് ജോപ്പില്. ഞാൻ എത്രത്തോളം അതിശയിച്ചെന്ന് വാക്കുകളാൽ പ്രകടിപ്പിക്കാനാവില്ല. അതെങ്ങനെയൊക്കെയോ നടന്നതാണ്. പക്ഷേ നിങ്ങളെക്കാളും ചേട്ടനേക്കാളും അടിപൊളിയായിരുന്നു എന്റെ വിജയമെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് ജിന്ന്. എന്നാണേലും നീ ഉണ്ടാക്കിയ പ്രശ്നമൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ ചോര തിളച്ചു കയറും. ആരും ഇങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല. വീട്ടിലെ പൈസയും മോട്ടിച്ച് വേശ്യാലയങ്ങളിൽ ധൂർത്തടിച്ച, നാട്ടിൽ കൂടി 4 കാലിൽ അടിച്ച് പൂസായി നടന്ന, കുടുംബത്തിന്റെ പേര് ചെളിയിൽ കൂടിയിട്ട് ഉരച്ച തേർഡ് യങ് മാസ്റ്റർ ഇത്ര ബഹുമാനിതനും വിശ്വസിക്കാൻ പറ്റുന്ന ആളാകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വീപ്പങ് ഇംപ്രസ്ഡ് ആയിരിക്കുന്നു. പക്ഷെ അംഗീകരിക്കാനും എനിക്ക് തോന്നുന്നില്ല, ഒടുക്കാത്ത പുച്ഛത്തോടെ വീപ്പങ് പറഞ്ഞു. എന്നാ പിന്നെ എന്നെ അങ്ങ് പച്ചക്ക് തെറി വിളിച്ച് കൊന്നൂടെ, സൈക്കോ തെണ്ടി? അത് ഞാൻ ചുമ്മാ ലക്കി ആയത് കൊണ്ടാ. പിന്നെ ജോപ്പിൽ അത്ര പ്രതീക്ഷിച്ചതുമില്ല. തനിക്ക് എന്നെക്കാളും ലെവല് കൂടിയത് കൊണ്ട് മാത്രം ഞാൻ തന്നെ വെറുതെ വിടുന്നു, തെണ്ടി, ജിൻ വിചാരിച്ചു. അല്ല, അതുമാത്രമല്ല, സ്കില്ലിലുള്ള വ്യത്യാസം മാത്രമാണ്. ശ്രദ്ധയില്ലാത്തതും ആയുധത്തിലുമല്ല കാര്യം. അത്രമാത്രമാണ് 1 വേർഡ് 1 സ്ട്രൈക്ക് ജോപ്പലിനെ തോൽപ്പിക്കാൻ വേണ്ടി വന്നതെങ്കിൽ അവൻ ആ സ്ഥാനത്തിന് അർഹനല്ല. കാരണം ശക്തന് മാത്രമേ മുരീമിന്റെ ലോകത്ത് അതിജീവിക്കാനാവൂ. അപ്പോ ഞാൻ ജോപ്പലിനേക്കാൾ ശക്തനാണെന്നാണോ? ജിൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. നീ എന്നാ കോപ്പായി പറയുന്നേ? ജോപ്പല് നിന്നേക്കാളും ശക്തനാണെന്നുള്ള കാര്യം ഉറപ്പല്ലേ? പീക്കറൽമിലുള്ള മാർഷൽ മാസ്റ്റർ ആരാന്ന നിന്റെ വിചാരം? എന്തോ ഉടായിപ്പ് കാണിച്ച് മാത്രമാണ് നീ ജോപ്പലിനെ കൊന്നത്, ഈ പന്നി. എന്തായാലും മൗണ്ട് ഹെങ് സോർട്ട് സെക്റ്റിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്, വീപ്പങ് പറഞ്ഞു. അങ്ങനെ തന്നെ വിചാരിക്കണം. കാരണം 3 മാർഷൽ മാസ്റ്റേഴ്സ് ആണല്ലോ അവർക്ക് നഷ്ടമായത്.
അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ കാര്യത്തേക്കാൾ കൂടുതൽ നഷ്ടം അവർക്ക് വരുത്തിവെച്ച മറ്റൊരു സംഭവം കൂടിയുണ്ട്. എന്നുവെച്ചാൽ അത് ന്യായീകരണം. അവർ എന്തിനാണ് ഈ യുദ്ധം ആരംഭിച്ചത് എന്നതിനെ ന്യായീകരിക്കാൻ അവർക്കാവുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് ജിൻവിക്കുങ് അവിടേക്ക് കടന്നു വന്നു. അയാൾ തുടർന്നു, കാരണം തയ്യുവാനിലെ ജിൻ ഫാമിലിയിലെ 3ാം യങ് മാസ്റ്ററിന് വിജയിക്കാൻ വിഷം പോലുള്ള വില കുറഞ്ഞ വേലകളുടെ ആവശ്യമില്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഞാൻ വന്നടാ അനിയ. ജിൻവിക്കുങ് ആണെങ്കിൽ കരഞ്ഞൊലിപ്പിച്ച് നിൽക്കുമായിരുന്നു. അയ്യേ എന്റെ പൊന്നെ അനിയാന്ന് പറഞ്ഞ് ഓടി വന്ന് ജിൻവിക്കുങ് ജിന്നിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മാറിപ്പോടോ നാശം പിടിക്കാൻ, ഞാനൊരു പേഷ്യന്റ് ആണോ. എന്നാലും അയാൾ സന്തോഷം കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞു. മൗണ്ട് ഹെങ് സോൾട്ട് സെക്റ്റിന്റെ കൂടാരത്തിൽ അവരുടെ നേതാവ് ലീച്ചിയോം ബെയ്ക്ക് ഒരാളെ അടിച്ച് നിലത്തിട്ടു. ഇത്തവണത്തെ പരാജയത്തിന് നീ എന്റെ മകനാണെങ്കിലും നിന്നെ ഞാൻ ഉറപ്പായും ശിക്ഷിച്ചിരിക്കും. എന്റെ കൺമുന്നിൽ നിന്ന് പോ. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഈ യുദ്ധം കാരണം നമ്മൾക്ക് 200 ആൾക്കാരെയും 2 മാർഷൽ മാസ്റ്റേഴ്സിനെയുമാണ് നഷ്ടമായിരിക്കുന്നത്. ഈ തോൽവി സംഭവിച്ചതിന് കാരണം നമ്മളുടെ അശ്രദ്ധയും അഹങ്കാരവുമാണ്. കരിഞ്ചന്തയിൽ നിന്ന് തെമ്മാടികളെ വിലയ്ക്ക് മേടിച്ചോ, കൊള്ളക്കാരെ കൂട്ടുപിടിച്ചോ, നിങ്ങൾ എന്ത് തന്നെ ചെയ്തിട്ടാണെങ്കിലും ഇനിയും പോരാളികളെ കൊണ്ടുവന്നിരിക്കണം. നിങ്ങളുടെ പേരും അഭിമാനവും മറന്നേക്ക്. ശക്തിയിൽ മാത്രമാണ് കാര്യം. കാരണം ഈ യുദ്ധത്തിൽ നമ്മൾ തോറ്റാൽ അഭിമാനത്തിനൊപ്പം ജീവനും നഷ്ടമാവും. 4 ദിവസം ഞാൻ തരാം. 4ാം നാൾ ജിൻ ഫാമിലിയെ നമ്മൾ ഒരിക്കൽ കൂടി ആക്രമിക്കും. ജിന്നിന്റെ ശരീരത്തിലെ ബാൻഡേജ് എല്ലാം അഴിച്ചപ്പോൾ വൈദ്യർക്ക് വിശ്വസിക്കാനായില്ല. അയാൾ തലങ്ങും വിലങ്ങും ഓടി നടന്ന് പരിശോധിച്ചു. ജിന്നിന്റെ ശരീരത്തിൽ ഒരു മുറിവ് പോലും ഇല്ലായിരുന്നു. എന്നാലും ലെവലപ്പ് ചെയ്തിട്ട് പോലും ഫുൾ റിക്കവറി നടക്കാത്തത് ജിൻ ശ്രദ്ധിച്ചു. അതൊരു കണക്കിന് നല്ലതാണ്, കാരണം അങ്ങനെ ആർക്ക് സംശയം തോന്നില്ലല്ലോ. ഇതൊക്കെ ജിൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വൈദ്യർ പറയുന്നത്, 100 കൊല്ലം പഴക്കമുള്ള ജിൻസെങ്ങിന്റെ റിക്കവറി എഫക്ട് ദൈവികമാണെങ്കിലും ഇതിച്ചിരി 100 വർഷം പഴക്കമുള്ള ജിൻസെങ്ങും അതിന് ഞാൻ എന്നെ കാണിക്കാനാണെന്ന് ജിൻ വിചാരിച്ചപ്പോഴാണ് വൈദ്യന് അബദ്ധം പറ്റിയതുപോലെ പറയുന്നത്. അയ്യോ, ഞാൻ മറന്നുപോയി. നിങ്ങളുടെ ഓർമ്മയെല്ലാം പോയില്ലായിരുന്നോ? അതായത് വൈദ്യശാലയുടെ സ്റ്റോറേജ് മുഴുവൻ കാലിയായ ഒരു സംഭവം 1 വർഷം മുന്നേ നടന്നിരുന്നു. അത് കാലിയാക്കിയതണ്ടി ഞാനല്ലേ? പൈസയുണ്ടെങ്കിലും 100 വർഷം പഴക്കമുള്ള ജിൻസെങ് പോലൊരു വസ്തു ലഭിക്കാൻ അത്ര എളുപ്പമല്ല. എന്നാലും തൽക്ഷണം ഇന്റേണൽ ചി 20 വർഷം വർദ്ധിപ്പിക്കുന്ന ഒരു സ്പിരിച്വൽ മെഡിസിൻ ആണ് താങ്കൾ കഴിച്ചത്. 20 വർഷമോ? അപ്പോ അതായിരുന്നല്ലേ അത്? ജിൻ ആ നിഗൂഢമായ ചി കോൺസെൻട്രേഷനെ കുറിച്ച് തിരിച്ചറിഞ്ഞു. മൈ പ്രീഷ്യസ്, ഒരു കുന്തം അറിയാതെയാണല്ലോ ഞാനത് ഉപയോഗിച്ചേ. അയ്യോ, എനിക്ക് പ്രാന്ത് പിടിക്കുന്നേ. ഇതിന് ഇത്രയും വിലയുണ്ടായിരുന്നെന്ന് അറിയുമായിരുന്നേല്. എന്നാലും ആ സാഹചര്യത്തിൽ വേറെ എന്നാ ചെയ്യാനായിരുന്നു? ജിന്നി കിടന്ന് ഓരോ കോപ്രായം കാണിച്ചപ്പോ വൈദ്യൻ നൈസായിട്ട് സ്കൂട്ടായി. ക്യാരക്ടർ പ്രൊഫൈൽ തുറന്നു നോക്കിയ ജിന്നിന് സന്തോഷം അടക്കാനായില്ല. ഒറ്റയടിക്ക് 13 ലെവൽ വർദ്ധിച്ച് അവൻ ലെവൽ 30 ആയിരിക്കുന്നു. പിന്നെ കുറെ ഫെയിമും ചീയും കൂടി കിട്ടി. അവന് തന്നെ വിശ്വസിക്കാനായില്ല. ക്യാരക്ടർ പ്രൊഫൈലിൽ ഇങ്ങനെയായിരുന്നു: ലെവൽ 30 ജിൻഡേക്യുങ്, ജോബ് സെക്കൻഡ് റേറ്റ് വാരിയർ, ഫെയിം 410, ടൈറ്റിൽ ഇപ്പോൾ 4 ടൈറ്റിലുണ്ട്. സ്ട്രെങ്ത് 115, സ്റ്റാമിന 120, അജിലിറ്റി 116, ഇന്റലിജൻസ് 15, ചാം 15, ചി 15 വർഷം. അവൈലബിൾ പോയിന്റ്സ് 0. ഒരു സാധാ കൊള്ളക്കാരനെ കണ്ട് പേടിച്ച കാലം എനിക്കുണ്ടായിരുന്നു. നീ ഒത്തിരി വളർന്നു പോയിരിക്കുന്നു ജിൻഡേക്യുങ്, നീ ഒത്തിരി വളർന്നു പോയിരിക്കുന്നു. പിന്നെ എനിക്ക് പുതിയൊരു സ്കില്ല് കൂടി കിട്ടിയിരിക്കുന്നു. 1 സ്ട്രൈക്ക് സ്കിൽ, 1 സ്ട്രൈക്ക് റാങ്ക് പീക്ക്, റെൽം സെക്കൻഡ് മാസ്റ്ററി, റെസ്ട്രിക്ഷൻ ഒൺലി ഫോർ ജിൻഡേക്യുങ്. എഫക്ട്സ്: ഒരു പവർഫുൾ സ്ട്രൈക്കിനായി സ്റ്റാമിനയും ചീയും ഉപയോഗിക്കും. അറ്റാക്കിന്റെ ശക്തിക്കനുസരിച്ച് നിനക്ക് ക്ഷീണം അനുഭവപ്പെടും. എത്രത്തോളം സ്റ്റാമിനയും ചീയും ഉപയോഗിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇതായിരുന്നു സ്കില്ലിന്റെ ഡിസ്ക്രിപ്ഷൻ. പേര് മാത്രമേ മാറ്റമുള്ളൂ. പക്ഷേ എന്റെ പഴയ സ്കില്ല് പിയേഴ്സിംഗ് വിത്ത് ഓൾ മൈ മൈറ്റ് തന്നെയാണിത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്: യഥാർത്ഥ ജീവിതത്തിൽ എന്റെ ബോഡി ഒരു F റാങ്ക് ഹണ്ടറിൻ്റെതായതുകൊണ്ട് ആ സ്കില്ല് ഒരു തവണയെ എനിക്ക് ഉപയോഗിക്കാനാകുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്റെ ശരീരം ഒരു ലെവൽ 30 മാർഷൽ വാറിയറിൻ്റെതാണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാനാകുമോ? ഇനിയിപ്പോ ഞാനൊരു ഗെയിമിനുള്ളിൽ ആയതുകൊണ്ടാണോ, അതോ ശരിക്കും ഇത് എനിക്ക് ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കില്ലായിരുന്നു? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ജിൻ തെരുവിൽ കൂടി ചുമ്മാ നടക്കുമായിരുന്നു. അപ്പൊ ദേണ്ടേ പതിവില്ലാതെ ആൾക്കാരൊക്കെ അവനെ ശ്രദ്ധിക്കുന്നു. അത് 3rd യങ് മാസ്റ്റർ അല്ലേ? മാസ്റ്റർ ജിൻ ചോപ്പേനെ കൊന്നത് യങ് മാസ്റ്റർ ആണെന്നാ കേട്ടത്. അതും ഒരു ദിവസത്തിൽ 100 പേരെ തോൽപ്പിച്ചെന്നാ ഞാൻ കേട്ടെ. ആൾക്കാർക്കൊക്കെ പതിവില്ലാതെ ഒടുക്കത്തെ ബഹുമാനം. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ജിൻ ഓർത്തത്.
ജോപ്പിലിനെയും അവന്റെ 100ഓളം ആളുകളെയും തോൽപ്പിക്കാൻ നീ യോദ്ധാക്കളുടെ ഒരു സൈന്യത്തെ തന്നെ കൂട്ടിക്കൊണ്ടുപോയെന്നൊരു അഭ്യൂഹമുണ്ട്. അതുപോലെ ഷൗജോ റീജിയണിലെ ജനങ്ങളെ രക്ഷിച്ച ഹീറോ ആണ് നീയെന്നും ഒരു വാർത്തയുണ്ട്. എല്ലാവർക്കും ഭയങ്കര ബഹുമാനം. റൂമറുകളെല്ലാം അവൻ വിചാരിച്ചതിലും വളർന്നിരുന്നു. ആദ്യം ഇച്ചിരി നാണമൊക്കെ തോന്നിയെങ്കിലും കിടിലൻ ലാഭമാണ് ഉണ്ടായത്. ഇത് കാരണം ജിന്നിന്റെ ഫെയിം നല്ലതുപോലെ ഉയർന്നിരുന്നു. മാത്രമല്ല ജിൻവിക്കുങ്ങും ഇതിനൊരു കാരണമാണ്. ഞാൻ ചത്തില്ലെന്നും ഞാൻ വിജയിച്ച് തിരിച്ചു വന്നെന്നും കാണിക്കാൻ വേണ്ടി അങ്ങേര് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയായിരുന്നു. അതറിഞ്ഞിട്ട് നാണക്കേട് കാരണം വല്ല കാട്ടിൽ പോയി ഒളിച്ചാ മതിയെന്ന് വരെ തോന്നിപ്പോയി. ഇതാണ് ഗെയിമൊക്കെ സീനാണെന്ന് പറയുന്നത്. മുരീം ലോകത്തിലെ ജിൻഡേക്യുങ്ങിന്റെ ജീവിതം എനിക്കങ്ങ് പെരുത്ത് ഇഷ്ടായി. പക്ഷേ എനിക്കിവിടം വിട്ട് പോവാന് സമയമായി. ലോഗൌട്ട് ചെയ്യാൻ ഇനി 2 കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ മതി. 1 ഫസ്റ്റ് റേറ്റ് വാറിയർ ആകുക, 2 500 ഫെയിം കിട്ടുക. ആൾക്കാർ അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട് ഫെയിം ഓട്ടോമാറ്റിക്കലി ഉയരുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം റാങ്ക് ആണ്. ആ 100 വർഷം പഴക്കമുള്ള ജിൻസെങ് കൊണ്ട് ഫസ്റ്റ് റേറ്റ് ആകാൻ പറ്റുമെന്ന് നോക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ ഇനി അത് നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരാനാകുന്ന ആരെയെങ്കിലും പോയി കാണണം. അറിയില്ലെങ്കിൽ ചോദിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് കാരണം ജിൻഡേക്യുങ് ജിൻവിക്കുങ്ങിനെ കാണാൻ ചെന്നു. ജിൻവിക്കുങ് പറഞ്ഞു, മൗണ്ട് ഹെങ് സോൾട്ട് സെക്ട് ഇനിയും കൂടുതൽ പടയാളികളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ലോവർ ഡിസ്ട്രിക്ട് സെക്ട് അറിയിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത പോരാട്ടം പാടായിരിക്കുമോ എന്ന് ജിന്ന്. അതുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുന്നേ അവരുടെ മെയിൻ ഫോഴ്സിനെ ആക്രമിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതെപ്പോഴാ? 2 ദിവസത്തിനുള്ളിൽ. ആ ശരി. ഓ പുല്ല്, ഇതെന്നെ ഇത്ര പെട്ടെന്ന്? ഇതിനുള്ളിൽ ഞാൻ എങ്ങനെ ലോഗൌട്ട് ചെയ്യും? ഭാഗ്യവശാൽ മെയിൻ ഫാമിലിയുമായി നല്ല ബന്ധത്തിലായിരുന്ന ഷാങ്ഷിയുടെ 5 ഗേറ്റ്സ് നമ്മളെ സഹായിക്കാമെന്ന് അറിയിച്ചിരിക്കുന്നു. നീ അവരുടെ ഒപ്പം പിന്നണി സൈന്യത്തിൽ ചേരണമെന്നാണ് എന്റെ ആഗ്രഹം. ക്വസ്റ്റ്: പിന്നണി സൈന്യം. തങ്ങളുടെ സൈന്യത്തിന്റെ പിൻഭാഗം കാക്കാനുള്ള ചുമതല ജിൻവിക്കുങ് നിനക്ക് നൽകിയിരിക്കുന്നു. ഈ ക്വസ്റ്റ് സ്വീകരിച്ചാൽ നിന്റെ ധൈര്യവും ദൃഢനിശ്ചയവും കണ്ട് മറ്റു പോരാളികൾക്കും ഒരു പ്രചോദനമാവും. നിന്നെ അവർ പുകഴ്ത്താൻ ആരംഭിക്കും. ടൈപ്പ്: ഷോർട്ട് ടൈം ക്വസ്റ്റ്. റാങ്ക് സെക്കൻഡ് റേറ്റ്. റിസ്ട്രിക്ഷൻ: ഓൺലി ഫോർ ജിൻഡേക്യുങ്. ഒബ്ജക്റ്റീവ്: ജിൻവിക്കുങ്ങിന്റെ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. റിവാർഡ്: ഫെയിം 10 പോയിന്റ് ഇൻക്രീസ് ആവും. ക്വസ്റ്റ് ഫെയിലിയർ: ഫെയിം 10 പോയിന്റ് കുറയും. ജിൻ അത് അക്സെപ്റ്റ് ചെയ്തു. ഉടനെ തന്നെ ഫെയിം 10 പോയിന്റ് ഇൻക്രീസ് ആയി. ജിൻഡേക്യുങ് ഈ ക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം ആ ഫെയിമും കൂടെ കൂട്ടി അവന് നേരത്തെ ലോഗൌട്ട് ആകാൻ പറ്റിയാലോ. ജിൻവിക്കുങ്ങിനും അത് സന്തോഷമായി. എന്നിട്ട് ജിൻഡേക്യുങ് മടിച്ചു ചോദിച്ചു, അതെ, ഞാൻ ഇപ്പോഴും സെക്കൻഡ് റേറ്റ് വാറിയർ ആണ്. നീ സെക്കൻഡ് റേറ്റോ? അതെ, അതാ ഞാനും അത് ഉയർത്താൻ എന്നാ ചെയ്യണമെന്ന്. നീ ഫസ്റ്റ് റേറ്റ് ആണ് എന്ന് ജിൻവിക്കുങ്. അല്ല, ഞാൻ സെക്കൻഡ് റേറ്റാ. അല്ല, നീ ഫസ്റ്റ് റേറ്റാ. കാരണം നീ ഒരു പീക്ക് റെൽം പോരാളിയല്ലേ തോൽപ്പിച്ചത്. അല്ലല്ല, ഞാൻ പറയട്ടെ, എനിക്ക് ഉറപ്പാണ് ഞാൻ സെക്കൻഡ് റേറ്റ് ആണെന്ന്. അത് നിന്നോടാരാ പറഞ്ഞെന്ന് ജിൻവിക്കുങ് ചോദിച്ചു. അതിപ്പോ ഞാൻ സെക്കൻഡ് റേറ്റ് ആണെന്നും എന്നോടാരും പറഞ്ഞില്ലല്ലോ. കുന്തം, ഇയാളെ ഇപ്പൊ സിസ്റ്റം സ്റ്റാറ്റസ് കാണിച്ച് കൊടുക്കാനും പറ്റില്ല. അതിപ്പോ എങ്ങനെ പറയാനാ? എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോഴും സെക്കൻഡ് റേറ്റ് ആണെന്നാ. അപ്പോൾ നീ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അതെ, അപ്പോൾ കാര്യം സിമ്പിൾ ആണ്. ശരിക്കും? ജിൻവിക്കുങ് എണീറ്റ് വന്നിട്ട് അവിടെ ഇരുന്ന ചായയിൽ കൈമുക്കി ഡെസ്കിന്റെ പുറത്ത് ചൈനീസ് ക്യാരക്ടറിൽ ബിലീഫ് എന്ന് എഴുതി. ഷിൻ എന്ന് വെച്ചാൽ ബിലീഫ് എന്നല്ലേ? അതെ, നീ നിന്നിൽ തന്നെ വിശ്വസിക്ക് എന്ന് ജിൻവിക്കുങ് പറഞ്ഞു. എന്റെ സ്റ്റേജ് ഉയർത്തുന്നതുമായിട്ട് ഇതിനെന്നാ ബന്ധം? ഇതിലാണ് എല്ലാം. കാരണം മാർഷൽ ആർട്സ് ആരംഭിക്കുന്നത് തന്നെ വിശ്വാസത്തിൽ നിന്നാണ്. ജിന്നിന് പെട്ടെന്നെന്തോ കത്തി. ആരംഭിക്കുന്നത് വിശ്വാസത്തിൽ നിന്നാണല്ലേ? ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? ഞാൻ ഇത്രയും സമയമെല്ലാം എന്താണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്? സിസ്റ്റം. ഞാനൊരു സെക്കൻഡ് റേറ്റ് വാറിയർ ആണെന്ന് ഞാൻ ചിന്തിക്കാനുള്ള കാരണം ഞാൻ ആ സ്റ്റേജിലാണെന്ന് സിസ്റ്റം എന്നോട് പറഞ്ഞുകൊണ്ടേ ഇരുന്നത് കൊണ്ടാണ്. പക്ഷേ എന്നോട് സത്യം മാത്രം പറയാനല്ലേ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. യൂസറിനോട് കള്ളം പറയുന്ന സിസ്റ്റം ഈ ലോകത്ത് ഏതേലും ഉണ്ടോ? പക്ഷേ ജിൻവിക്കുങ്ങിന്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഫസ്റ്റ് റേറ്റ് വാറിയർ തന്നെയാണ്. അപ്പോൾ സിസ്റ്റം പറയുന്നത് കള്ളമല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും സെക്കൻഡ് റേറ്റ് വാറിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം ഈ സിസ്റ്റം എന്റെ വെറും പ്രതിച്ഛായ മാത്രമായതുകൊണ്ടാണ്. ഫസ്റ്റ് റേറ്റ് വാറിയറായ ലീസിയോഗ്യുനെ എനിക്ക് തോൽപ്പിക്കാനായി. ഒരു കൂട്ടം വാടക കൊലയാളികളെ ഞാൻ ഒറ്റയ്ക്ക് വകവരുത്തി. പീക്ക് റെൽമിലുള്ളൊരു മാർഷൽ മാസ്റ്ററിനെ ഞാൻ വധിച്ചു. ഓ നാശം! അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇപ്പോഴും ഒരു സെക്കൻഡ് റേറ്റ് വാറിയർ ആവുന്നത്? ഞാൻ എപ്പോഴേ ഫസ്റ്റ് റേറ്റ് വാറിയർ ആയിരിക്കുന്നു. നീ ഫസ്റ്റ് റേറ്റ് സ്പിരിച്വൽ റെൽം കരസ്ഥമാക്കിയിരിക്കുന്നു. നിന്റെ എല്ലാ സ്കില്ലുകളുടെയും റെൽമ് ഒരു പടി ഉയർന്നിരിക്കുന്നു. നിന്റെ ബാഹ്യാവസ്ഥയും ആന്തരികാവസ്ഥയും ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു. ദ ബേസ് ഓഫ് യുവർ അബ്ഡമൻസ് ഹാവ് ഇൻക്രീസ്ഡ്. ലെവൽ അപ്പ്, ലെവൽ അപ്പ്.
ഫെയിം ഉയർന്നിരിക്കുന്നു. ഫെയിം ഉയർന്നിരിക്കുന്നു. ഫെയിം ഉയർന്നിരിക്കുന്നു. നാട്ടിൽ പട്ടി വിലയായിരുന്ന ജിന്നിനെ ആൾക്കാരൊക്കെ ഇപ്പൊ ചെറിയൊരു സെലിബ്രിറ്റി ആക്കിയിരുന്നു. അതൊക്കെ കണ്ടിട്ട് അവന് തന്നെ അത്ഭുതം. പക്ഷെ നാട്ടിലുള്ളവരെല്ലാം തന്നെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ഫെയിം കൂടാത്തതായിട്ട് അവൻ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോപ്രായമൊക്കെ അവൻ കാണിക്കുന്നത്. അങ്ങനെ നാട്ടുകാരെയൊക്കെ കൈവീശി കാണിച്ച് നടന്നു പോകുന്നതിന്റെ ഇടയ്ക്ക് ജൂൺ എന്ന പേരുള്ള തേർഡ് ഗേറ്റിന്റെ പ്രൊട്ടക്ടർ ആയിരുന്ന ആളും കൂട്ടരും വന്ന് ജിന്നിനെ സ്വയം പരിചയപ്പെടുത്തി വണങ്ങി. ജെന്നി ടാറ്റയൊക്കെ കാണിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് അവരെ മിസ്സായി. എന്നാലും അവന് പെട്ടെന്ന് കത്തി. അയ്യോ നിക്കി, നിങ്ങള് ഷാങ്ഷിയുടെ 5 ഗേറ്റിൽ നിന്നുള്ളവരാണോ? അതെ എന്നവർ. ഓ, ഇത്രയും ദൂരം ഞങ്ങളെ സഹായിക്കാൻ വന്നതിന് നന്ദി. അയ്യോ, അത് കുഴപ്പമില്ല. തയ്യുവാനിലെ ജിൻ ഫാമിലിയുടെ ഈ ദൗത്യത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ ഞങ്ങളാണ് അഭിമാനിക്കുന്നത് എന്നവർ. എന്നാലും ജിന്നിന്റെ മനസ്സിൽ അവര് കാരണം അവന്റെ ഫെയിം ഉയർന്നു. ഇവന് പകരം ഫൈറ്റും ചെയ്യും. മൊത്തത്തില് ലാഭം. ഉടനെ ജിൻ പറഞ്ഞു, എന്നാ നിങ്ങളിവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ പോവാണ് എന്ന്. അയ്യോ, ഞങ്ങളുടെ കൂടെ ഒരു ചായ കുടിക്കാൻ. പക്ഷെ ഇവരെ ഒഴിവാക്കാനായിട്ടാണോ എന്തോ ജിൻ പോകാനിരുന്നത് വൈദ്യശാലയിലേക്കായിരുന്നു. അവിടേക്ക് പുറത്തുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു. അയ്യോ, ഞാനിപ്പോ ചത്തുപോകുവേ. നീ ചാകാതെ രക്ഷപ്പെട്ടത് തന്നെ ഒരു അത്ഭുതമാണ് എന്ന് ഹാൻയോപ്പ് ഹ്യുക്മ്യൂജിനോട് പറഞ്ഞു. ആ ശരിയാ. ഹ്യുക്മ്യൂജിനും ഹാൻയോപ്പും വൈദ്യശാലയിൽ ചികിത്സയിലായിരുന്നു. എന്റെ കണ്ണടയ്ക്കുമ്പോൾ എല്ലാം ജോപ്പലിന്റെ 1 പാം സ്ട്രൈക്കാണ് മനസ്സിൽ വരുന്നത്. അയാൾ ഒരു ഭീകരജീവിയായിരുന്നു എന്ന് ഹ്യുക്ക്. അത് അയാൾ പീക്ക് റെയിമിലുള്ള ഒരു മാർഷൽ മാസ്റ്റർ അല്ലേ എന്ന് ഹാൻയോപ്പ്. അപ്പൊ നിനക്കൊരു കുഴപ്പവുമില്ലേ? ഹ്യുക്മ്യൂജിൻ ചോദിച്ചു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ശക്തി കുറവാണെന്നുള്ള കാര്യമാണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ വീക്കാണെന്നത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്താണെന്നാല് എനിക്കത് അംഗീകരിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഇനി മുതൽ ശക്തനാകാൻ വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. എനിക്ക് ജോപ്പലിന്റെ അത്രയും ശക്തനാകണം. അല്ല, ജോപ്പലിനേക്കാൾ ശക്തനാകണം. നീയോ? ഞാൻ എപ്പോൾ മുതൽ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. പീക്ക് റെൽമിലുള്ള ഒരു മാർഷൽ മാസ്റ്റർ ആയി കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ശക്തനാകാൻ സാധിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ എന്നെ നോക്കി ചിരിച്ചേക്കാം, എന്നാലും ഞാൻ എത്രത്തോളം പ്രയത്നിക്കുന്നു എന്നതിലാണ് കാര്യം. ഇല്ല, ഞാനായിരിക്കും അതാദ്യം നേടുന്നതെന്ന് ഹ്യുക്മ്യൂജിൻ ഉറക്കെ പറഞ്ഞു. ജോപ്പലി കൊടുത്ത ട്രോമയൊക്കെ മറന്നിട്ട് ശക്തരാകണമെന്ന ചിന്തയൊക്കെ അവന്മാരുടെ മനസ്സിൽ വന്നു. ഓ ഇല്ല, നിന്നേക്കാൾ ശക്തനാകും ഞാൻ. ഒന്ന് പോടാവേ, ഞാൻ നിന്നെ തോപ്പിക്കും. പക്ഷെ നമ്മൾ ആദ്യം ജോപ്പലിനെ തോപ്പിക്കാൻ നോക്കണം. ഇവന്മാരുടെ പറച്ചിലൊക്കെ കേട്ട് ജിൻഡേക്കിങ് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. അയ്യോ, ഇവന്മാരെന്നെ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വന്നില്ല. പക്ഷെ ഈ തെണ്ടികൾ സീരിയൽ പിടിച്ചോണ്ടിരിക്കുവാണോ? എന്നെ ക്രിഞ്ചാളെ കേട്ടല്ലോ നായിപ്പോയി. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇവന്മാരോട് യാത്ര പറയാമെന്നായിരുന്നു. പക്ഷെ ടൈമിങ് ശരിയല്ല. എന്നാ പോയേക്കാം. ഇവന്മാരോട് ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മുഖം കാണാൻ പറ്റിയല്ലോ, അത് മതി. അപ്പോഴാണ് ഒരാൾ ജിന്നിനെ കാണുന്നത്. രക്ഷകനങ്ങളല്ലേ ഇത്? അത് കുട്ടി സിയോയൂൾ ആയിരുന്നു. അങ്കിളോ? പരിക്ക് പറ്റി ചികിത്സയിലായിരുന്ന ഗോങ്യ ചങ്ങിന്റെ അടുത്തേക്ക് സിയോയൂൾ ജിന്നിനെയും കൊണ്ടുപോയി. അവിടെ സിയോ ചിയോനും ഉണ്ടായിരുന്നു. അവർക്ക് ജിന്നിനെ കണ്ടതിൽ സന്തോഷം. ഇപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാം ഭേദമായി, സുഖം പ്രാപിച്ചു വരുന്നു. പക്ഷേ ഒരു വലിയ യുദ്ധം ഉടനെ ആരംഭിക്കുമെന്നാണ് ഞാൻ കേട്ടത്. ഒരുക്കങ്ങളെല്ലാം നല്ലപടിക്ക് പോകുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. മെയിൻ ഫോഴ്സിന് മാത്രമല്ല ഇതറിയത്തുള്ളായിരുന്നു. ഇത്രയും ദിവസം വൈദ്യശാലയിലായിരുന്ന ഗോങ്യ ചങ്ങിന് വരെ ഇതറിയാമെങ്കിൽ ജിൻ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇതറിയാമെന്നല്ലേ അർത്ഥം? ഈ യുദ്ധം പണിയാകുമോ? മൗണ്ട് ഹെങ്ങിന്റെ ചാരന്മാർ ഈ കാര്യം അറിഞ്ഞാല് എന്താവും അവസ്ഥ? ജിന്നി ഇത് ആലോചിച്ച് ഞെട്ടിത്തരിച്ച് നിന്നപ്പോഴാണ് 2 മെസ്സേജ് വരുന്നത്. ഫെയിം ഉയർന്നിരിക്കുന്നു. എന്നേലും ആവട്ടെ, കാര്യമൊന്നും ഇല്ലല്ലോ. വൈകാതെ തന്നെ ഞാൻ ഒഴിവാകും. അപ്പോൾ ഗോങ് ജിന്നിനോട് പറഞ്ഞു, മെയിൻ ഫാമിലിയെ ബാധിക്കുന്ന ഒരു യുദ്ധമല്ലേ ഇത്. അതുകൊണ്ട് താങ്കൾ പരിഭ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും താങ്കൾ മറന്നുവെച്ച സാധനങ്ങൾ എനിക്ക് കൊണ്ടുവരാനായി. ഞാൻ മറന്നുവെച്ചതോ? എന്ത്? അപ്പോൾ വലിയൊരു പൊതിയുമായി സിയോ ചിയോൻ അങ്ങോട്ട് വന്നു. താങ്കൾ അബോധാവസ്ഥയിലായിരുന്നല്ലോ. ജോപ്പലുമായി നടന്ന പോരാട്ടത്തിൽ താങ്കൾക്ക് നഷ്ടമായവയൊക്കെയാണിത്. ഞങ്ങളുടേതല്ലാത്തത് ഞങ്ങൾ തിരികെ ഏൽപ്പിക്കുന്നു. ഒരവസരം കിട്ടുമ്പോൾ തുറന്നു നോക്കണം. പറ്റുവാണെങ്കിൽ കഴിവതും രഹസ്യമായി, ഗോങ് പറഞ്ഞു. പൊതി അഴിച്ചു നോക്കിയ ജിന്നിനെ വിശ്വസിക്കാനായില്ല. ഐറ്റം: ഡിവൈൻ പാം ഓഫ് ഫയർ. ടൈപ്പ്: മാർഷൽ ആർട്സ് സ്ക്രോൾ. റാങ്ക്: ട്രാൻസെൻഡൻസ്. റെസ്ട്രിക്ഷൻ: ഡിവൈൻ ഫ്ലെയിമിന്റെ കൈവശക്കാരന് മാത്രമുള്ളത്. ബേണിംഗ് ഫ്ലെയിം ഫാമിലിയുടെ സീക്രട്ട് ടീച്ചിങ്ങുകളിൽ ഒന്ന്. തീയുടെയും താപത്തിന്റെയും ശക്തി ഉപയോഗിക്കുന്ന ഒരടവ്. എഫക്റ്റ്: ഡിവൈൻ പാം ഓഫ് ഫയർ പഠിക്കാൻ കഴിയും. ഐറ്റം: ബേണിംഗ് ഫ്ലെയിം പിൽ. ടൈപ്പ്: സ്പിരിച്വൽ പിൽ. റാങ്ക്: പീക്ക്. റെസ്ട്രിക്ഷൻ: നൺ. ബേണിംഗ് ഫ്ലെയിം ഫാമിലിയുടെ സീക്രട്ട് സ്പിരിച്വൽ പിൽ. എഫക്റ്റ്: കൺസ്യൂം ചെയ്താൽ 30 വർഷത്തെ ചീ ലഭിക്കും. സൈഡ് എഫക്റ്റ്: സ്പിരിച്വൽ പിൽ തരുന്ന ശക്തമായ ഫ്ലെയിം എനർജി നിനക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ക്രൂരമായ ഒരു മരണം നിനക്ക് വരിക്കേണ്ടി വരും.
ഐറ്റം: ഒരു പേരില്ലാത്ത വാൾ. ടൈപ്പ്: ബ്ലേഡ്. റാങ്ക്: നൺ. റെസ്ട്രിക്ഷൻ: നൺ. 10,000 ഇയർ ടെമ്പേർഡ് സ്റ്റീലിൽ നിന്നുണ്ടാക്കിയ മൂർച്ചയേറിയ വാൾ. വർഷങ്ങളായി മനുഷ്യരുടെ രക്തം കൺസ്യൂം ചെയ്തതുകൊണ്ട് വാൾ സ്വയം മാറിയിരിക്കുന്നു. ഈ വാളിന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ മീറ്റ് ചെയ്യണം. എഫക്റ്റ് അറിയില്ല. ഈ 3 വസ്തുക്കളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇത്രയും നല്ല അടിപൊളി സാധനങ്ങൾ തരാനായിരുന്നു പ്ലാനെങ്കിൽ ഗെയിമിന്റെ തുടക്കത്തിലെ തരത്തില്ലായിരുന്നു. കുറെ സമയം കൂടി എന്നെ ഗെയിം കളിപ്പിക്കാനുള്ള പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ല, ഇതിലൊന്നും ഞാൻ വീഴില്ല. പക്ഷേ ഈ ഐറ്റം ഒക്കെ അത്ര നല്ലതാണേ. ഇനി ഇപ്പൊ ഞാൻ ആ സ്പിരിച്വൽ പില്ലും കഴിച്ച് ആ ഡിവൈൻ പാമ ഫയറും കൂടി പഠിച്ചാല് ജോപ്പലിനെ പോലെ എനിക്കും കയ്യിൽ നിന്ന് തീ വരുത്താനാകുമോ? പക്ഷെ തീ കെടുത്താൻ പറ്റിയില്ലല്ലോ. സേഫ്റ്റി മുഖ്യം ബിഗിലെ. സേഫ്റ്റിയിൽ നിന്ന് ഞാൻ എപ്പോ വ്യതിചലിക്കുന്നുവോ അപ്പൊ തന്നെ ഞാൻ ചാകുമെന്ന കാര്യം മറക്കണ്ട. പിന്നെയും ഫെയിം ഉയർന്നു എന്ന് മെസ്സേജ് വന്നു. അതെ, ഏകദേശം ഗോൾ എത്താറായി. അതുവരെ എങ്ങനെയെങ്കിലും ജീവനോടെ പിടിച്ചിരിക്കണം. രാത്രി സമയം. എല്ലാം കൺട്രോളിലാണോ? ആ അജ്ഞാതൻ ഹെഡ് എൽഡറിനോട് ചോദിച്ചു. തീർച്ചയായും, എന്റെ ആൾക്കാരെയും ഞാൻ കൃത്യമായി വിന്യസിച്ചിരിക്കുന്നു. കെയർഫുൾ ആയിരിക്കണം. ലെസർ ഫാമിലി ഹെഡിന് എന്തെങ്കിലും സംശയം തോന്നിയാൽ നമ്മളുടെ പദ്ധതികൾ അവതാളത്തിലാവും. പേടിക്കേണ്ട, ഞാനെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. അജ്ഞാതൻ പോയതിനു ശേഷം ഹെഡ് എൽഡർ ചിന്തിച്ചു. ഷാങ്ഷിയിലെ 2 പ്രമുഖ കുടുംബങ്ങൾ ഏറ്റുമുട്ടുന്ന ദിനം. എല്ലാത്തിനും ഒരു അവസാനം വരും. ശേഷം പുതിയൊരു യുഗം ആരംഭിക്കും. തയ്യുവാനിലെ ജിൻ ഫാമിലിയുടെ ഫാമിലി ഹെഡ് ഞാനായി മാറും. അതിനുശേഷം ഷാങ്ഷിയിലെ എല്ലാവരെയും ഒത്തിണക്കി ഞാൻ ഇവിടെ ഭരണാധികാരിയായി ഭരിക്കും. നേരം പുലർന്നു. പെരുമ്പറകൾ മുഴങ്ങി. ജിന്നിന്റെ ഫെയിം 500-ൽ എത്തിയിട്ടില്ല. പക്ഷേ ജിൻ ഫാമിലിയിൽ ഇനി ആരും അവനെക്കുറിച്ച് കേൾക്കാനുമില്ല. എല്ലാ പ്ലാനും തകർന്ന് ജിന്റേക്കും ആട്ടപാടലം പെട്ട് യുദ്ധത്തിന് ആരംഭമായി വിളിച്ചു ചേർത്ത സൈന്യത്തിന്റെയും ആൾക്കാരുടെയും മുന്നിൽ നിന്നു. ഇങ്ങനെ പോവാണെങ്കിൽ ശരിക്കും എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരും.